തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റ് ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നടത്തിവരുന്ന ബ്രഹ്മഗുരു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റ് ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബ്രഹ്മഗുരു 2023 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ ശ്രീമതി ശാന്താമ്മയ്ക്ക് മാർഗബന്ധ പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവൻ്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്കുവഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് പ്രസാദ്. ശരണം രമാംബികേ, ശരണം ശരണം ത്രയംബകേ. എൻ്റെ മക്കൾ ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ ആദരിച്ചത് അതിന് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ഒരമ്മയെ ആദരിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ധ്യാന സെൻറ്റർ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് അത് മനസ്സിൽ കൊണ്ടു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാന ധ്യാനമേ ഉള്ളൂ. എത്രയൊക്കെ നമ്മളെക്കൊണ്ട് ഈ നാമം ജപിപ്പിച്ചാലും, നമ്മളെക്കൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിച്ചാലും, സത്സംഗങ്ങൾ ചെയ്താലും, പിന്നെ ഭാഗവത ശ്രവണം ചെയ്താലും, എന്ത് വന്നാലും നമ്മൾ അവസാനം എത്തേണ്ടത് ധ്യാനത്തിലാണ്. അതിൻ്റെ ഒരു സ്വല്പമെങ്കിലും അതിൻ്റെ ആനന്ദം അനുഭവിച്ചവർക്ക് ഒരു കാലവും അത് വിട്ടുപോകാനൊക്കില്ല. അതെൻ്റെ അനുഭവം. ഞാൻ രമാദേവിയമ്മയുടെ ശിഷ്യത്തിയാണ്, ആദ്യകാല ശിഷ്യത്തി. അമ്മയെപ്പറ്റി എനിക്കിപ്പോൾ അറിയാവുന്ന പോലെ ഇപ്പോൾ അധികം പേർക്കറിയില്ല. അത്രയും വയസ്സുണ്ട്, 87 വയസ്സുണ്ട്. 9 വയസ്സിൽ എൻ്റെ അമ്മയെ കണ്ട രമാദേവിയമ്മയുടെ ഇതിൽ വന്നതാണ്. അപ്പം അമ്മയുടെ പ്രധാന ഉദ്ദേശം നമ്മളെ കൊണ്ടുപോകണം. അപ്പം ധ്യാനമാർഗ്ഗം അവസാനം ഉള്ളൂ. അവസാനം ആദ്യമായിട്ട് സത്സംഗവും ഈ കഥകളും എല്ലാം കേട്ട്, ഉപനിഷത്ത് കഥകൾ അതും ഇതുമെല്ലാം കേട്ട് എല്ലാവരും നല്ലവരും സ്നേഹിച്ച്, സ്നേഹം ഭയങ്കരമല്ലേ? സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിതം? സ്നേഹമാണ് ജീവിതം അല്ലേ? നമ്മൾ സ്നേഹം പഠിക്കണം എവിടുന്നാ? നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയല്ലേ സ്നേഹിക്കണം നമ്മളെ. അതുപോലെ സ്നേഹിക്കുന്നവരാരാ ഉള്ളത് നമ്മളെക്കുറിച്ച് അല്ലേ? അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മളെ പറ്റി, കുട്ടികളെ പറ്റി. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾ വരണം എന്നാണ് അവരുടെ ആഗ്രഹം അല്ലേ? അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് രമാദേവിയമ്മ പറയണത്. അമ്മ പറയണത് എന്തെന്ന് വെച്ചാൽ, ഒരു ജീവൻ എന്ന് പറയണത്
അത് 12 മാസത്തെ വാസമാണ്. 2 മാസം അച്ഛൻ്റെ ഹൃദയത്തിലും 10 മാസം അമ്മയുടെ ഉദരത്തിലും ആണ് ആ ജീവൻ്റെ വാസം. അപ്പോൾ അച്ഛനും അമ്മയും തപിക്കണം. എത്ര അച്ഛനന്മാർ എൻ്റെ കുട്ടികൾ കണ്ണനാവണം, അല്ലെങ്കിൽ ദേവിയാവണം, അല്ലെങ്കിൽ മൈത്രേയി ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആവണം, ഇങ്ങനെയാണ് സീതയാവണം, സാവിത്രി ആവണം. എത്ര ആൾക്കാർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛനമ്മമാരും. അതാണ് നമുക്ക് പറ്റിയത് അബദ്ധം. എന്നുവെച്ചാൽ നമ്മുടെ സനാതന ധർമ്മമാണ് ഭാരതീയ ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ ഈ കുഴപ്പത്തിനൊക്കെ കാരണം എൻ്റെ സന്താനങ്ങളല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയും. അതാണ് ഈ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത നമ്മുടെ ജനറേഷൻ വരണ്ടേ, അവർ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരായിരിക്കണം. മനസ്സിലായില്ലേ? കുട്ടികളെ കൊണ്ടുവരണം മുമ്പോട്ട്. ഒരു 55 കൊല്ലമായിട്ട് അമ്മയുടെ ആജ്ഞപ്രകാരം അമ്മ തുടങ്ങി വെച്ച് ബാലമണ്ഡലി തുടരുകയാണ് ഇവിടെ. നിങ്ങളന്ന് വന്നപ്പോൾ കണ്ടായിരിക്കുന്നു, കണ്ടില്ലേ? ഇനി ഒരു ദിവസം കൂടെ വരണം അവിടെ ബാലമണ്ഡലിക്ക്. ഇതിൽ പക്ഷെ അമ്മയുടെ ആജ്ഞയാണ്. അവിടുത്തെ ഗുരുവിൻ്റെ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഈശ്വരാജ്ഞയേക്കാൾ എത്രയോ ഉയർന്നതാണ് ഗുരുവിൻ്റെ ആജ്ഞ. അതാണ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരെന്ന് അറിഞ്ഞൂടാ, എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞൂടാ, ഇനി എങ്ങടാ പോകണമെന്ന് പറഞ്ഞൂടാ അല്ലേ? ഇവിടെ കടന്ന് കുറച്ച് കളിക്കുക, എല്ലാവരും ഒരു നാടകം കളിക്കുക, എന്തെല്ലാം അഭിനയമുണ്ട്. അച്ഛനായിട്ടും അമ്മയായിട്ടും വല്യമ്മയായിട്ടും എന്തെല്ലാം മുത്തശ്ശിമാരായിട്ടും ഒരേ ഒരാളാണ് അഭിനയം അല്ലേ? അവരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വന്മാരുടെ സ്നേഹം. അത് വേണം, അതിലാണ് നമ്മുടെ ഇരിക്കുന്നത്. എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുക, പ്രേമം, വിശ്വപ്രേമം അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ ധ്യാനത്തിൽ കൂടെ പോയാലേ പറ്റുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ. എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് ധ്യാനം. എനിക്ക് 9 വയസ്സിൽ തുടങ്ങിയ ധ്യാനമാണ് ഞാൻ. അമ്മയുടെ നിന്ന് നാമോപദേശം 9 വയസ്സിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ചില ഒരു ആസനത്തിലിരുന്ന് കുട്ടികളല്ലേ 9 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഇരുന്നിട്ട് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരിടത്ത് ഒരേ ദൃഷ്ടി ഉപയോഗിച്ച് ഒക്കെ ചെയ്യുക. അതിനാണ് ധ്യാനം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണത്. അത് ഞാനിപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ധ്യാനം വളരെ വിശിഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് പോകണ്ടേ, ഒരു ഒറ്റയ്ക്കൊരു യാത്ര ഉണ്ട്, പരയാത്ര. എന്ത് സമ്പാദ്യം കൊണ്ടുപോകാൻ അല്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ധ്യാനത്തിന്. അതിലേ ഉള്ളൂ. നമുക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് ആ ആത്മാവ് മാത്രമേ ഉള്ളൂ അല്ലേ? അമ്മ പറയണത് എന്താണ്? രമാദേവിയമ്മ വീടമ്പലമാക്കണം. എവിടെയെല്ലാം പോയാലും സന്യാസിമാർക്കും ആശ്രയം നമ്മുടെ വീട് എന്നല്ല, വീട്ടിൽ നിന്നല്ലേ സന്യാസിമാരും ഒക്കെ ഉണ്ടാവണേ ഇല്ലേ? അപ്പം വീട് അമ്പലമാക്കണം. ഇത് പോരാ, ഓരോ മുക്കിലും മൂലയ്ക്കും ഈ ധ്യാന കേന്ദ്രങ്ങൾ കുഞ്ഞുങ്ങളെ വെച്ച് തുടങ്ങണം, പാവകളെ വെച്ച്. നമ്മുടെ ഒരു 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു അമ്മ കുഞ്ഞിനെ തരുമോ നമുക്ക്? ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിലയൊന്ന് ആലോചിച്ചു എന്താണെന്നുള്ളത്. പാവകളെ കൊണ്ടുവരണം നമ്മൾ മേലോട്ട്. നമ്മുടെ കർത്തവ്യമാണ്. അടുത്ത ജനറേഷൻ നമ്മുടെ നാട് വീടും ലോകവും നന്നാക്കി എടുക്കണ്ടേ നമുക്ക്? അതിന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം, സ്നേഹിക്കണം. അവർക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം അച്ഛൻ കഷ്ടപ്പെടുന്ന എന്തിനും, അമ്മ കഷ്ടപ്പെടുന്ന എന്തിനും, ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കണം. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ചെറുതായിട്ട് സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മേലോട്ട് കൊണ്ടുവരാനും കൂടെ നിങ്ങൾ പ്രയത്നിക്കണം. അവർക്കാണ് കൂടുതൽ സ്ഥാനം. മനസ്സിലായില്ലേ? അവർ നമുക്കറിഞ്ഞൂടാ. 10 പേരുണ്ടെങ്കിൽ 2 പേര് കയറിപ്പോവും. അത് മതി. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു താഴ്മയായ അപേക്ഷയുണ്ട്. മനസ്സിലായില്ലേ? അല്പകാലത്തെ ജീവിതമല്ലേ ഉള്ളൂ മക്കളെ. എന്തോന്നിരിക്കുന്നു ജീവിതം. ഇതാന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് 87 വയസ്സായി. തിരിഞ്ഞു നോക്കിയ ഒരു സെക്കൻഡ് കൊണ്ട് പറയാനേ ഉള്ളൂ. എനിക്കൊന്നുമില്ല പറയാൻ. പരമഗുരുവിനെ ആദിപരാശക്തിയായിരിക്കുന്ന അമ്മയെ ആദിപരാശക്തി തന്നെയാണ്. പിന്നെ അഗസ്ത്യൻ്റെ ഏടുകളിൽ എഴുതിയിട്ടുണ്ട് പരാശക്തി വരണമെന്ന്. പിന്നെ ആർക്കും അറിഞ്ഞുകൂടാന്നു. ശിവാനന്ദ യോഗികൾ, സിദ്ധയോഗികൾ കേട്ടിട്ടുണ്ടോ? എവിടെ? ദക്ഷിണകാശി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് അമ്മയെ കൂടെ കൊണ്ടുവന്ന് അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പ്രതിഷ്ഠ അവിടെ. അന്ന് ജ്ഞാനാനന്ദ സരസ്വതി, വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ, തപസ്യാനന്ദ സ്വാമികൾ എല്ലാവരും വന്ന് മഹാശക്തിയെ ഉയരും നോക്കി കാണാൻ ശക്തി വന്നിട്ടുണ്ട്. അതാണ് പരമഗുരുവായ അവതാരവശിഷ്ടയായ അമ്മ രമാദേവി അമ്മ. മനസ്സിലായില്ലേ? അത്ര ശ്രേഷ്ഠമാണ്. പക്ഷേ അമ്മയ്ക്ക് ഇതിങ്ങനെ പ്രശസ്തി അമ്മ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മ വീടാണ് അമ്മ കേന്ദ്രീകരിച്ചു. ഗൃഹസ്ഥധർമ്മം,
സ്ത്രീകൾക്ക് പാതിവൃത്യവും പുരുഷന് പുരുഷത്വവും, അതിലേ നല്ല സന്താനങ്ങളുണ്ടാവും. അല്ലേ? വീട് സുന്ദരമാണ്. ഏത് അമ്പലത്തിൽ പോകണത്? വീട് കലഞ്ഞാൽ പോയില്ലേ? ഏത് അമ്പലത്തിൽ പോയിട്ട് പ്രയോജനം എന്താപ്പാ? ഇവിടെ ശാന്തമാവണം, ശാന്തിയുടെ ആലയമാവണം വീട്. അതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിനും നമ്മളെ ഈ ജനറേഷനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അതാണ്. ഇങ്ങനെ ചുമ്മാ വർത്തമാനം പറയാൻ ഒരു 4 ബുക്ക് വായിച്ചാൽ ഇപ്പം പ്രസംഗം ചെയ്തു തരാം. പ്രവൃത്തി, വിചാര, ആചാര, പ്രചാര. മനസ്സിലായില്ലേ? നിർമ്മലമായ ഒരു മനസ്സ് വേണം, കളങ്കമില്ലാത്ത. അവിടെ ഭഗവാനെ കിട്ടുള്ളൂ. കണ്ണനെ കിട്ടണമെങ്കിൽ വിഷമമാണേ. നല്ല ശുദ്ധമായ മനസ്സ് വേണം. അല്ലേ? നമ്മളിപ്പോൾ എന്തൊക്കെ മനസ്സിൽ വിചാരിക്കും, എല്ലാവർക്കും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും, എല്ലാവർക്കും അറിയാൻ സാധിക്കുമോ? ഇല്ല. ഭഗവാൻ അറിയാമേ. നമ്മളേത് വേണം? നല്ല കുട്ടികളായിട്ട്, നല്ല മക്കളായിട്ട്, നല്ല കാര്യം ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ധ്യാനം. അതാണ് കൂടുതൽ നന്നായിട്ട് വരാനായിട്ട് ഞാൻ ജഗദമ്പയോടും ഭഗവാൻ ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതാവണം, ഇനിയും വരണം കേട്ടോ. ഇതൊരു വീടാണ്, നിങ്ങളുടെയും കൂടെ വീടാണ്, നിങ്ങളുടെ വീടാണിത്.